മണക്കുളങ്ങര ക്ഷേത്രത്തിന്റെ ആനയെഴുന്നള്ളിപ്പ് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരാഴ്ചത്തേക്കുള്ള എല്ലാ ആനയെഴുന്നള്ളിപ്പുകളും റദ്ദാക്കിയിട്ടുണ്ട്. ADMന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങളാണിത്. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായി സാധാരണയായി നടക്കുന്ന കാര്യങ്ങളിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിയമത്തിന് പ്രതിപ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളത് പറഞ്ഞു പോവുകയാണ്. ശ്രീ സജി നന്ദ്യാട്ട്, അങ്ങ് നേരത്തെ ശ്രീ മഹേഷ് സംസാരിക്കുമ്പോൾ ഇടപെട്ട് അധിക സമയം സംസാരിച്ചു. അങ്ങയുടെ ഊഴമായതുകൊണ്ടാണ് ഞാൻ അങ്ങയിലേക്ക് വരുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയണം എന്ന് ഞാൻ അതുകൊണ്ട് തന്നെ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ശ്രീ സജ്ജൻ തട്ടി, ഇപ്പോ സമയത്ത് അദ്ദേഹത്തിന്റെ സമയത്ത് പറയാലോ അല്ലേ? എതിരുമല്ല. പക്ഷെ ആന ഉടമ സംഘത്തിന്റെ ആൾക്കാരോട് ആന വേണമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആന വേണമെന്നല്ലേ പറയത്തുള്ളൂ. പിന്നെ അദ്ദേഹം തന്നെ പരിസ്ഥിതി സ്നേഹം, ഞാൻ പരിസ്ഥിതിവാദിയാണ്, മൃഗസ്നേഹിയാണ്, മനുഷ്യ സ്നേഹിയാണ്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ആനോടമസ്ഥനാകുന്നതിനേക്കാൾ മുമ്പ് ആന വേണമെന്ന് താല്പര്യമുള്ളത് കൊണ്ടാണ് ഈ ആന മേഖലയിലേക്ക് വന്നത്. ആഹാരം തരുന്നത് താങ്കൾ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. മനുഷ്യൻ കൊല്ലപ്പെടാൻ പാടില്ല. ഹലോ അദ്ദേഹത്തോട് എനിക്കൊരു അഭിപ്രായ കണ്ടില്ലല്ലോ. ഇവിടെ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു. നിങ്ങൾ മതഗ്രന്ഥങ്ങളിലും ഒരു മതഗ്രന്ഥങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമില്ല. ഞാൻ പഠിച്ച ഒരു മതഗ്രന്ഥങ്ങളിലും അതൊക്കെ നിങ്ങളെ പോലുള്ളവർക്ക് ചേർന്നതാണ്. അതൊക്കെ നിങ്ങളെ പോലുള്ളവർക്ക് ആടിനെ പട്ടിയാക്കാം, ഞാൻ അദ്ദേഹത്തെ എനിക്കറിയില്ല. ആനയെ സ്നേഹിക്കുന്ന ഒത്തിരി ഉടമസ്ഥരുണ്ട്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ മനുഷ്യൻ മരിക്കപ്പെടാൻ പാടില്ല. ബേസിക്കലി മനുഷ്യൻ മരിക്കപ്പെടാൻ പാടില്ല. എക്കോ ബാലൻസിങ് നിലനിൽക്കണം. ഇവിടെ പ്രാണവായു വേണം. ഭൂമിയിലെ ഓക്സിജന്റെ പകുതി നിൽക്കുന്ന ആമസോൺ കാടുകളാണ്. മൃഗസ്നേഹം എന്ന് പറയുന്ന മനുഷ്യ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. പ്രകൃതിയെ സ്നേഹിക്കുന്നു. വെള്ളം വേണം കുടിക്കാൻ, ഭക്ഷണം വേണം. മനുഷ്യൻ മരിക്കാൻ പാടില്ല സാർ. ഇവിടെ കാട് സംരക്ഷിക്കപ്പെടണം. കാട് കരഞ്ഞാൽ നാട് കരയും. മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും മുതിർന്ന ആളുകളാണ്, ഈ വിഷയത്തിന്റെ ഗൗരവം പരസ്പരം മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടല്ല. ഇതിൽ എല്ലാവർക്കും കൃത്യമായ വാദങ്ങളും അഭിപ്രായങ്ങളും ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ എല്ലാവരും ചർച്ചയിലേക്ക് വിളിച്ചിരിക്കുന്നത്. വളരെ ബഹുമാനത്തോടെയാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഈ രീതിക്ക് വഴക്കുണ്ടാക്കിയിട്ടല്ല ഒരു ചർച്ചയിൽ മുന്നോട്ട് പോകേണ്ടത്. ഇത് എന്താണിത്? കഴിഞ്ഞ 10-15 മിനിറ്റായിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് എന്താണെന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇതൊരു രാഷ്ട്രീയ വിഷയമാണെങ്കിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും. എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഇത് എത്ര ദിവസം, അതായത് മനുഷ്യജീവൻ നഷ്ടപ്പെട്ട കാര്യത്തിൽ ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചർച്ചയ്ക്കല്ലേ വന്നിരിക്കുന്നത്. ഞാൻ സംശയം ചോദിച്ചതേ ഉള്ളൂ അദ്ദേഹത്തോട്. ഞാൻ അദ്ദേഹത്തോട് ഒരു സംശയം ചോദിച്ചതാണ്. നമ്മുടെ പ്രദീപ് എന്ന് പറയുന്നത് അദ്ദേഹം ജയചന്ദ്രൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആചാരമില്ല. അദ്ദേഹം പറയുന്നത് ഉണ്ടെന്ന്. അത് എവിടെയാണ് ചോദിച്ചെന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ശീലമുണ്ടായിരുന്നു. ശരി, ഞാൻ ഇടപെടുകയാണ്. ആരെങ്കിലും എഴുതിയ ബുക്കല്ലല്ലോ നമുക്ക് വേണ്ടത്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ശാസ്ത്രം എന്ന് പറയുന്നത് ആരെങ്കിലും എഴുതിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് എന്റെ കുറ്റമല്ല. അത് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാത്തതിന്റെ കുറ്റാണ്.